ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ എൻ്റെ വർണ്ണശലഭങ്ങളെ, അസ്സലാമു അലൈക്കും. റിയലൈസോയുടെ ഈ വർണ്ണാഭമായ വേദിയിൽ നിങ്ങളോട് ഞാനൊരു കൊച്ചു കഥ പറയാം. പൈങ്കിളി മാസികയിൽ വന്ന പൊള്ളക്കഥയല്ല കേട്ടോ. ലോകത്തെ ഏറ്റവും മികച്ച വിശ്വസനീയ ഗ്രന്ഥമായ ഖുർആനിൽ പ്രതിപാദിച്ച ഗുണപാഠ കഥയാണ്. പണ്ടൊരു നാട്ടിൽ പടച്ചവൻ തന്ന പണം പാവങ്ങൾക്ക് നൽകിക്കൊണ്ട് പരിശുദ്ധ ജീവിതം നയിച്ച ഒരു പണക്കാരനുണ്ടായിരുന്നു. വർഷാവർഷം അദ്ദേഹത്തിൻ്റെ കൃഷിക്കൊയ്ത്ത് സമയം വരുമ്പോൾ നാടാകെ വിളംബരം ചെയ്യും. നാനാദിക്കിൽ നിന്നും ആളുകൾ ആ ദിനം പാടത്തേക്കൊഴുകും. കൊയ്തെടുത്ത ധാന്യങ്ങൾ അദ്ദേഹം വൻതോതിൽ പാവങ്ങൾക്ക് വിതരണം ചെയ്തു. എല്ലാ വർഷവും ഈ പതിവ് തുടർന്നു പോന്നു. ആ നാട്ടിലെ പാവങ്ങളുടെ കണ്ണിലുണ്ണിയായി ഒരീബ് നവാസായി അറിയപ്പെടാൻ അദ്ദേഹത്തിന് അധിക നാളൊന്നും ആവേണ്ടി വന്നില്ല. എങ്കിലും ഈ സൽപ്രവൃത്തി ദഹിക്കാത്ത ചിലരുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ. എങ്കിലും ഉപ്പയോടിത് പരസ്യമായി പറയാൻ അവർക്ക് ധൈര്യം വന്നില്ല. കാലങ്ങൾ കഴിഞ്ഞു. ആ പിതാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരികെ വിളിച്ചു. ഇതോടെ മക്കളുടെ മനതലങ്ങളിൽ സന്തോഷ സൂര്യനുദിച്ചു. ഇല്ല, ഇനി ഞങ്ങളുടെ വയലുകളിൽ നിന്ന് ഒരു ചെറുതരി പോലും കൈപ്പിടിയിലൊതുക്കാൻ ഒരുത്തനെയും അനുവദിക്കുകയില്ല. ഒന്നാമനും മൂന്നാമനും അട്ടഹസിച്ചു. ഇക്കാലത്തുമുണ്ടല്ലോ പാവങ്ങളുടെ ഹക്ക് ഹലാക്കോടെ ഹലാലാക്കുന്ന പിശുക്കന്മാർ. ഇതുകൊണ്ട് തന്നെയാണ് റബ്ബ് അടിക്കടി പരീക്ഷിക്കുന്നതെന്ന് ഓർമ്മയിൽ ഇരിക്കട്ടെ. ഞാൻ എൻ്റെ കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. അല്പം ഈമാനുണ്ടായിരുന്ന രണ്ടാമൻ പറഞ്ഞു, ഇല്ല, ഞാനില്ല, ഞാൻ ഉപ്പയുടെ പാത തന്നെ പിന്തുടരും. ഇല്ലാൽ റബ്ബിൻ്റെ പരീക്ഷണം വന്നേക്കാം. ഓഹോ, ആവട്ടെ, നീ നിന്റെ ഓഹരിൽ നിന്ന് എന്ത് വേണമെങ്കിലും ചെയ്തോ. ഞങ്ങളുടെ ഓഹരിൽ നിന്ന് ഒരു ചെറുതരി പോലും കൈപ്പിടിയിലൊതുക്കാൻ ഒരുത്തനെയും അനുവദിക്കുകയില്ല. രണ്ടുപേരും പറഞ്ഞു. അവസാനം സമ്മർദ്ദത്തിനിടയിൽ അടിമപ്പെട്ട് രണ്ടാമനും നിലപാട് മാറ്റി. മറ്റ് സഹോദരന്മാരുടെ കൂടെ ചേർന്നു പദ്ധതികൾ ആവിഷ്കരിച്ചു. കൊയ്ത്ത് ദിവസം അടുത്തു. നാളെയാണു ദിനം. ഉപ്പയുണ്ണയിൽ ഇന്ന് നാടാകെ പെരുമ്പറ മുയ്ക്കുമായിരുന്നു. ഇവർ പെരുമ്പറ പോയിട്ട് ചുണ്ടുപോലും അനക്കിയില്ല. കാരണം ആരും അറിയരുതല്ലോ. നാളെ ലഭ്യമാകുന്ന വിളവർദ്ധനവും ലാഭവും സ്വപ്നം കണ്ടവർ സന്തോഷത്തോട് ഉറങ്ങി. പിറ്റേന്ന് പ്രഭാതം പൊട്ടിവിടർന്നു. മനസ്സിൽ 1000 സന്തോഷ പുതിൽ കത്തിച്ച് മൂവരും തൻ്റെ തോട്ടത്തെ ലക്ഷ്യമാക്കി കുതിച്ചു. തോട്ടത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അവർ അമ്പരന്ന് പോയി. തോട്ടത്തിൽ കതിർമണികൾ പോയിട്ടൊരു കച്ചി തുരുമ്പ് പോലുമില്ലായിരുന്നു. എല്ലാം കത്തി നശിച്ചിരിക്കുന്നു. അവർ അമ്പരന്ന് പോയി. ഒന്നുകൂടി വന്ന വഴിയൊന്ന് ശ്രദ്ധിച്ചു വീക്ഷിച്ചു. ഇല്ല, മാറിയിട്ടില്ല. പോയി, എല്ലാം പോയി. ഇത് പാവങ്ങളുടെ ഹക്ക് പിടിച്ചെടുത്തതിന് പടച്ചവൻ എന്ന പരീക്ഷണം തന്നെ. അവർ റബ്ബിനോട് മനമുരുകി പ്രാർത്ഥിച്ചു. റബ്ബ് തോബ സ്വീകരിച്ചു. 100 ആളെ കൊന്നവന് പുറത്തു കൊടുത്ത, ഖബർ മാന്തി കഫം പുടവിറ്റ് ജീവിച്ചതിന് പുറത്തു കൊടുത്ത റബ്ബി എങ്ങനെ പുറത്തു കാതിരിക്കാനാ? അവൻ ഒഫാറാണല്ലോ. മാത്രമല്ല അവൻ വർണ്ണധീരട്ടിപ്പിച്ച് നൽകുകയും ചെയ്തു. പിന്നീടുള്ള വർഷങ്ങളിൽ വിളകളുടെ വസന്തോത്സവമായിരുന്നു. ആ നല്ല പിതാവിൻ്റെ നല്ല പിൻഗാമികളായി മക്കൾ ശിഷ്ടജീവിതം നയിച്ചു. കൂട്ടുകാരെ, ഇക്കഥയിൽ ഒട്ടനേകം ഗുണപാഠങ്ങളുണ്ട്. പ്രധാനമായും ഒന്ന്, നാം ചെയ്യുന്നതൊക്കെ ശരികൾ തന്നെ. റബ്ബിൻ്റെ പരീക്ഷണത്തിന് വിധാനം കൊറോണയും പ്രളയവും മേൽക്കഥയിലെ സാമ്പത്തിക നഷ്ടങ്ങളുമെല്ലാം. അതുകൊണ്ട് തന്നെ അവൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നമ്മൾ സദാന ശുക്ർ ചെയ്യേണ്ടതുണ്ട്. ഇല്ലേൽ അവൻ നമ്മെ പല രൂപത്തിലും പരീക്ഷിച്ചേക്കാം. ഇതുപോലെ പാവങ്ങളുടെ അവകാശത്തിന് വിലങ്ങതടി സൃഷ്ടിക്കുന്നത് അവൻ്റെ ബലായി ഇടവരുത്തുവാൻ കാരണമാകുമെന്നും മാത്രമല്ല, പരീക്ഷണങ്ങൾ വരുമ്പോൾ പശ്ചാത്തപിച്ചാൽ റഹ്മാൻ തീർച്ചയായും ബറക്കത്ത് ഇരട്ടിപ്പിച്ച് തരുമെന്നും ഈ കഥ വിളിച്ചു പറയുന്നു. ഈ കഥയിലെ എല്ലാ ഗുണപാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഇരുലോക വിജയം നേടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇവിടെ നിർത്തുന്നു ഈ കഥ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു തുള്ളി വെള്ളത്തിനും ഒരു കഷണം